ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്. പുതിയ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രിയെക്കാളും അടുത്ത വിദ്യാഭ്യാസ മന്ത്രി ആരായിരിക്കും എന്നുള്ള വളരെ വലിയ ഒരു വാർത്തയാണ്. എന്ത് തന്നെയായാലും നമ്മൾ ഉറപ്പിച്ച് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവില് വിദ്യാഭ്യാസ മേഖല കണ്ടിട്ടുള്ള ഒരു നല്ല മിനിസ്റ്റർ തന്നെയായിരുന്നു നമ്മുടെ സ്വന്തം വി ശിവൻകുട്ടി അവർ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അടിത്തട്ടിൽ നിന്ന് തന്നെ അത് വിസിബിൾ ആയിട്ട് പലർക്കും തോന്നണമെന്നില്ല. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ ഏതൊരു എക്സ്പെർട്ടും തീർച്ചയായിട്ടും സമ്മതിക്കും, ഒരുപാട് കാര്യങ്ങളിൽ നയപരമായിട്ടും വികസനപരമായിട്ടും ഒക്കെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയെ പുരോഗതിയിലേക്ക് എത്തിച്ചതിനു ശേഷമാണ് അദ്ദേഹം പടി ഇറങ്ങുന്നത് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അത് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അടുത്തൊരു മന്ത്രിസഭയിൽ ആരെയാണ് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. നിലവിലെ സാധ്യത അനുസരിച്ച് 3 പേരുകളാണ് നമുക്ക് തോന്നുന്നതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് പോലെ തന്നെ വെക്കുന്നത്. അതെന്തായാലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പക്ഷെ ഇവരിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിയാവാനുള്ള വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യാനുള്ള സാധ്യത നിലവിലുണ്ട് താൻ. അപ്പോൾ അതിൽ ആരൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് രമേശ് പിഷാരടിയുടെ പേരാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ അത് ഒന്നുകിൽ കലാ സിനിമ, ഈ പറയുന്ന കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി, നേരത്തെ സജി ചെറിയാൻ അവരുകളൊക്കെ വഹിച്ചിരുന്ന ഒരു വകുപ്പ്, അതല്ല എങ്കിൽ പിന്നീട് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലാണ്. കാരണം ജനകീയമായിട്ടുള്ള ഒരു പുതിയ മന്ത്രിസഭയ്ക്കും സർക്കാരിനും രൂപം കൊടുക്കുമ്പോൾ അത് എല്ലാ മേഖലയിലും ജനകീയമാകണമെന്നും ആ ട്രെൻഡിനനുസരിച്ച് ജെൻസി യുഗത്തിനനുസരിച്ച് മാറണമെന്നുമുള്ള ഒരു നയം എടുക്കുകയാണ് എങ്കിൽ അതിൽ രമേശ് പിഷാരടി അല്ലാതെ മറ്റൊരു യോഗ്യൻ വിദ്യാഭ്യാസ മന്ത്രി, അതായത് കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള ഒരു മന്ത്രി പദത്തിന് അദ്ദേഹം അല്ലാതെ ആരാണ് യോജിച്ചത് എന്ന് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടിയുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കും, കൂടുതൽ കൗതുകം ഉണർത്തും എന്നുള്ളത് വാസ്തവമാണ്. അതല്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ബിന്ദു കൃഷ്ണ അവർകളാണ്. ഇപ്പൊ കൊല്ലത്ത് നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന മാമിനും വളരെയധികം സാധ്യതയുണ്ട്. കാരണം ഓരോ മന്ത്രിസഭയിലും ഇത്രയധികം സ്ത്രീ മന്ത്രിമാർ, അതായത് ആ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ വരികയാണെങ്കിൽ വിദ്യാഭ്യാസം കൂടി ഒരു വനിതാ മന്ത്രി അത്തരത്തിൽ നോക്കിക്കാണാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ഒരു കണക്കുകൂട്ടലില്. അതല്ല എങ്കിൽ ഞാൻ പറയുന്നത് സന്ദീപ് വാര്യറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വടക്ക് എന്ന ഒരു കാൻഡിഡേറ്റ്, വളരെയധികം ജനപ്രീതിയുള്ള ഒരു കാൻഡിഡേറ്റ്, അദ്ദേഹവും വിദ്യാഭ്യാസം പോലുള്ള ഒരു വകുപ്പ് നയിക്കാൻ, അല്ലെങ്കിൽ അത് മന്ത്രിപദത്തിൽ നിന്ന് മുന്നോട്ട് നയിക്കാൻ വളരെയധികം സ്വീകാര്യനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള ഒരാളായിട്ട് നിലവിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. ഇതൊക്കെ പോട്ടെ, അവസാനം തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആരെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ അതിന്റെ കാരണവും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. സോ ഗൈസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.